എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഓഗസ്റ്റ് 27 തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സഹകരണ ബാങ്കുകളിൽ നിന്നും വായ്പ എടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസമായി ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി 1 മാസം കൂടി ദീർഘിപ്പിച്ചു. ഓഗസ്റ്റ് 31 നിശ്ചയിച്ചിരുന്ന അവസാന തീയതി സെപ്റ്റംബർ 30 വരെയാണ് ഇപ്പോൾ നീട്ടിയിട്ടുള്ളത്. മഴക്കെടുതി, ഓണാവധി എന്നിവ കണക്കിലെടുത്താണ് സഹകരണ വകുപ്പിന്റെ തീരുമാനം. സംസ്ഥാനത്തെ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ നിന്നും ബാങ്കുകളിൽ നിന്നും എടുത്തിട്ടുള്ള വായ്പകൾ ഇളവുകൾ നൽകി തിരിച്ചടവ് പ്രോത്സാഹിപ്പിക്കുന്നതിനും സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും നിഷ്ക്രിയ ആസ്തി കുറക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുമാണ് ആശ്വാസ് 2026 എന്ന പേരിൽ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ പ്രഖ്യാപിച്ചത്. ഇതാണ് ഇപ്പോൾ അടുത്ത മാസം സെപ്റ്റംബർ 30 വരെ നീട്ടിയിട്ടുള്ളത്. ഓണത്തിന് ശേഷം സംസ്ഥാനത്തെ റോഡുകളിൽ കനത്ത പരിശോധനയുണ്ടാകും. വാഹനങ്ങളിലെ അനധികൃത മോഡിഫിക്കേഷനുകൾക്കെതിരെ കർശന നടപടി എടുക്കാനിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. കണ്ടെത്തുന്ന ഓരോ അനധികൃത മോഡിഫിക്കേഷനുകൾക്കും പിഴ ഈടാക്കും. കഴിഞ്ഞ 3 മാസത്തെ കാലയളവിൽ അനധികൃത മോഡിഫിക്കേഷനുകൾക്ക് എടുത്തിട്ടുള്ള നടപടികൾ സംബന്ധിച്ച വിവരങ്ങൾ എല്ലാ RDOമാരും സെപ്റ്റംബർ 3 അറിയിക്കണമെന്ന് ഗതാഗത കമ്മീഷണറേറ്റ് അറിയിച്ചു. ഇനിയുള്ള ദിവസങ്ങളിൽ കർശനമായിട്ടുള്ള പരിശോധന MVD നടത്തും. പിഴ ഈടാക്കിയാൽ മോഡിഫിക്കേഷൻ മാറ്റി വീണ്ടും വാഹനങ്ങൾ ഹാജരാക്കണമെന്നാണ് നിർദ്ദേശം. അടുത്ത അറിയിപ്പ്, ഭൂമിയുടെ റവന്യൂ രേഖകളിൽ പേര് മാറ്റിയതുകൊണ്ട് മാത്രം ആ ഭൂമിയുടെ ഉടമസ്ഥാവകാശം മറ്റൊരാൾക്ക് ലഭിക്കില്ല എന്നും രേഖകളിൽ നിന്ന് പേര് നീക്കുന്നതോടെ മാത്രമേ അവകാശം നടപ്പിലാവുകയുള്ളൂ എന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കത്തിൽ റവന്യൂ രേഖകളിലെ പേര് മാത്രം നോക്കി തീരുമാനം എടുക്കാൻ പാടില്ല എന്നും കോടതി പറഞ്ഞു. ജസ്റ്റിസുമാരായ സഞ്ജയ് കരോൾ, അഗസ്റ്റിൻ ജോൺ മഹിഷ് എന്നിവരടങ്ങിയ ബെഞ്ചാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ വിധി റദ്ദാക്കിയത്. റവന്യൂ രേഖകളിലെ പേരുമാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സഹ ഉടമ തന്റെ ഭൂമിയിലെ അവകാശം സ്വമേധയാ ഉപേക്ഷിച്ചു എന്നായിരുന്നു ഹൈക്കോടതി നിലപാട്. ഈ സമീപനത്തിന് പിന്നാലെയാണ് സുപ്രീം കോടതിയുടെ ഈ തീരുമാനം. പുതുതായി ഒരു ഭൂമി വിൽക്കുമ്പോഴോ വാങ്ങുമ്പോഴോ റവന്യൂ രേഖകളിലെ പേരുമാറ്റം മാത്രം മതിയാകില്ല. ആഴ്ചയിലെ പ്രവൃത്തി ദിവസങ്ങൾ 5 കുറക്കുക, ജീവനക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കുക തുടങ്ങിയ കാരണങ്ങൾ ഉന്നയിച്ച് ബാങ്കുകാർ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബർ 11 ദേശീയ വ്യാപകമായി പണിമുടക്കാൻ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻ നോട്ടീസ് നൽകി. 9 ബാങ്ക് ജീവനക്കാരുടെയും ഓഫീസർമാരുടെയും യൂണിയനുകളുടെ സംയുക്ത സംഘടനയാണ് യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസ്. സമരം മൂലം ചില സംസ്ഥാനങ്ങളിൽ തുടർച്ചയായി 4 ദിവസം വരെ ബാങ്കുകൾ അടഞ്ഞുകിടക്കും. സെപ്റ്റംബർ 11 വെള്ളിയാഴ്ചയാണ്. സെപ്റ്റംബർ 12 രണ്ടാം ശനിയും 13 ഞായറാഴ്ചയും ബാങ്ക് അവധിയാണ്. സെപ്റ്റംബർ 14 ഗണേശ ചതുർത്ഥി പ്രമാണിച്ച് ചില സംസ്ഥാനങ്ങളിൽ ബാങ്ക് അവധിയാണ്. ഇങ്ങനെ 4 ദിവസം തുടർച്ചയായിട്ടുള്ള അവധി ഉണ്ടാകും. സംസ്ഥാനത്ത് ആ ദിവസം അവധി തിങ്കളാഴ്ച 14 തീയതി തിങ്കളാഴ്ച അവധി ഉണ്ടാകില്ല. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയെ തുടർന്ന് അസംസ്കൃത വസ്തുക്കളുടെയും ശൃംഖലയിലും ഉണ്ടായ തടസ്സങ്ങൾ കണക്കിലെടുത്ത് രാജ്യത്തെ പുനരുപയോഗ ഊർജ പദ്ധതിക്ക് 4 വർഷത്തെ സമയപരിധി നീട്ടി നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. പുനരുപയോഗ ഊർജ മന്ത്രാലയമാണ് സംസ്ഥാനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. 2026 ഫെബ്രുവരി 28 അതിനുശേഷമോ പൂർത്തിയാക്കേണ്ട പദ്ധതികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷം കാരണം അലുമിനിയം, ചെമ്പ് തുടങ്ങിയ അസംസ്കൃത വസ്തുക്കളുടെ വിലക്കയറ്റവും വിതരണത്തിലുണ്ടായ കാലതാമസവും പദ്ധതികളെ ബാധിച്ചതായി കമ്പനികൾ പരാതിപ്പെടുന്നു. ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ പ്രതിസന്ധി യുദ്ധമായി കണക്കിലെടുക്കാനും പവർ പർച്ചേസ് എഗ്രിമെന്റുകളിലെ ഫേസ് മെജൂർ വ്യവസ്ഥകൾ പ്രകാരം കാലാവധി നീട്ടി നൽകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, SECI, NTPC, NHPC, SJVN തുടങ്ങിയ ഏജൻസികളുടെ കാലാവധി നീട്ടി നൽകാം. ഇതിനു പുറമെ ഈ അധിക കാലയളവിൽ കണക്ടിവിറ്റി, ട്രാൻസ്മിഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ബാധ്യതകൾക്ക് പിഴ ഈടാക്കരുത് എന്നും ഊർജ മന്ത്രാലയത്തോട് സെൻട്രൽ ട്രാൻസ്മിഷൻ
യൂട്ടിലിറ്റികളോടും മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ 150 മെഗാവാട്ടിലധികം ശേഷിയുള്ള പുനരുപയോഗ ഊർജ പദ്ധതികളാണ് രാജ്യത്ത് നിർമ്മാണത്തിലിരിക്കുന്നത്. സംസ്ഥാനത്ത് മൂന്നാം ഓണമായ നാളെ ഓഗസ്റ്റ് 27 തീയതിയും ശ്രീനാരായണ ഗുരു ജയന്തിയായ ഓഗസ്റ്റ് 28 ബാങ്ക് അവധിയാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.